ഒരിക്കൽ കുറേ മുനിമാർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാട്ടാളൻ അവരെ ആക്രമിച്ചു. അന്നേരം മുനിമാർ കാട്ടാളനോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? അന്നേരം കാട്ടാളൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ മുനിമാർ ചോദിച്ചു, നീ നിൻ്റെ കുടുംബത്തോട് ചെന്ന് ചോദിക്കൂ, അവർ നീ ചെയ്യുന്ന പാപങ്ങൾ പങ്കിടുമോ എന്ന്, നിൻ്റെ പാപഭാരം ഏറ്റെടുക്കുമോ എന്ന്, അതിൽ പങ്കുകൊള്ളുമോ എന്ന്. നീ പോയി വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കാം എന്ന് പറഞ്ഞു. കാട്ടാളൻ തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എൻ്റെ പാപഭാരം പങ്കിടുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെന്തിനു പങ്കിടണം, നീ ചെയ്യുന്ന പാപം. അത് കേട്ടപ്പോൾ കാട്ടാളൻ ഞെട്ടിപ്പോയി. അവൻ തിരിച്ചു മുനിമാരുടെ അടുത്ത് ഒരു മാറിയ മനുഷ്യനായി ചെന്നു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചു. എങ്ങനെ മുക്തി നേടാമെന്ന് ചോദിച്ചു. അവർ അവനോട് രാമ രാമ എന്ന് പറഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ചന്ദനപ്പൊട്ടിട്ട്. അവൻ കാട്ടാളനായതുകൊണ്ട് തന്നെ രാമരാമ എന്ന് ഉച്ചരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ പിന്നെ ആമര ഈമര എന്ന് പറയാൻ. ആമര ഈമര എന്ന് പറഞ്ഞ് അത് അവസാനം രാമരാമയായി. ആ കാട്ടാളൻ അവിടെ ഇരുന്ന് കുറേ വർഷങ്ങൾ രാമരാമ ജപിച്ചു. അവസാനം അവന് ചുറ്റും ചിതൽപ്പുറ്റായി. മുനിമാർ പിന്നീട് വന്നപ്പോൾ ചിതൽപ്പുറ്റ് തുറന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ പുള്ളിയാണ് രാമായണം എഴുതിയത്.